നമുക്ക് വെലോസിറ്റി സെലക്ടർ എന്താന്ന് നോക്കാം. എന്താണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഡിവൈസ് ഓർ ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് acting perpendicular to each other and also perpendicular to the direction of motion of a beam of charged particles. അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒരു പ്രത്യേക ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നു വിചാരിക്കുക. അതിന് ലംബമായിട്ട് ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ട്രാവൽ ചെയ്യുന്നു വിചാരിക്കുക. അതിൽ വി എന്ന് പറയുന്ന ഒരു പ്രത്യേക വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ തിയറി മനസ്സിലാക്കാൻ പോകണം. We consider a particle of charge plus q moving with the velocity v vector parallel to the x direction. And the electric field is applied in the positive y direction. In this case, the force, the electric force acting on the particle is a F E vector. It is in the upper direction and is given by F E vector. We know that F E vector equals q into E vector. Q into E vector. Now we have to apply the magnetic field perpendicular to the direction of motion of the particle and the direction of the electric field. Electric field അതുപോലെ ഈ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ ആകാം, നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ ആകാം. പക്ഷേ നമുക്കറിയാം ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് അനുസരിച്ച് ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പാർട്ടിക്കിൾ ഇങ്ങോട്ടും പോയി ചെയ്യുന്നു, ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദ മിഡിൽ ഫിംഗർ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് അപ്ലൈ എങ്കിൽ മുകളിലേക്കായിരിക്കും ഫോഴ്സ് ആക്ടിങ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് താഴത്തേക്ക് ഫോഴ്സ് വരണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നേരെ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിൽ, അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ബി വെക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആക്ട് ചെയ്യണം. കാരണം ഈ രീതിയിലാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. പാർട്ടിക്കിൾ അങ്ങോട്ട് പോയിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ താഴത്തേക്കായിരിക്കും ഫോഴ്സ്. അങ്ങനെ താഴത്തേക്ക് മാഗ്നറ്റിക് ഫോഴ്സ് എഫ് ബി വെക്ടർ ആക്ട് ചെയ്യും. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഈ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് വരികയാണെങ്കിൽ ദ പാർട്ടിക്കിൾ വിൽ മൂവ് വിത്ത് ദ വെലോസിറ്റി വി വെക്ടർ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നെ മൂവ് ചെയ്യും വിത്തൗട്ട് എനി deviation. കാരണം എന്താണ്? റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ is 0. This can be achieved by adjusting the values of the electric field and magnetic field. അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ഇതാ. ഇറ്റ്സ് ഗിവൺ ബൈ എഫ് ബി വെക്ടർ ഈക്വൽസ് q into v vector cross b vector. This is the magnetic Lorentz force. So the total Lorentz force acting on the particle is given by F vector equals q into E vector plus q into v vector cross b vector. This is equal to ഇത് യൂണിറ്റ് വെക്ടേഴ്സിൻ ടൈംസ് നമുക്ക് ഓരോ വെക്ടറും എക്സ്പ്രസ് ചെയ്താൽ ഇതൊന്നുകൂടി മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് we see that the electric field vector E vector equals its modulus E into the unit vector in its direction. y direction unit vector നമുക്കറിയാത് j cap ആണ്. അതുപോലെ velocity vector parallel to x axis ആണ്. അതുകൊണ്ട് v vector can be written in terms of its modulus v and the unit vector I cap in the x direction. Similarly, b vector in the positive z direction, so b vector can be written as b vector equals its modulus b into the unit vector k cap. ഇങ്ങനെ നമുക്ക് എഴുതാവുന്നത് കൊണ്ട് this can be written as q into ബ്രാക്കറ്റിൽ നമുക്ക് ഈ വെക്ടറിന്റെ വാല്യൂ e into j cap എന്ന് എടുക്കാം plus v into I cap cross b into k cap. So this can be written as q into e into j cap plus vb into I cap cross k cap. This is equal to q
Q into EJ plus Q into EJ plus VB into I cross K എന്താണ് K cross I എന്ന് പറയുന്നത് plus J ആണ്. So I cross K is minus J. So this is minus J cap. This is equal to Q into J cap into E minus VB. So this is the force acting on the particle. By adjusting the values of the electric field E and the magnetic field B, we can make this force equal to 0. So if we adjust the values of electric field and magnetic field, this force effect can be made 0. In that case, we can write F vector equals 0. Therefore, E minus VB equals 0. This implies that V is equal to E divided by B. V equals E by B. In the meaning എന്താണ്? കുറേ ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്. They are of different masses, different charges, moving with different velocities. അങ്ങനെയുള്ള ഒരു ബീം ഇതിൻ്റെ റീജിയനിലൂടെ കടന്നു പോകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? E by B എന്ന് പറയുന്ന ഒരു പ്രത്യേക വാല്യൂ ഉള്ള വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസ് മാത്രമായിട്ട് നേരെ പോകും. ബാക്കിയുള്ളതിൽ ഒന്നെങ്കിൽ FE വെക്ടർ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ FE വെക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ സൈഡിലേക്ക് ഡിവൈറ്റ് പോകും. അതുകൊണ്ട് ഈ അറേഞ്ച്മെന്റ് നമുക്ക് ഒരു വെലോസിറ്റി സെലക്ട് എന്ന് പറയാൻ പറ്റും. കാരണം ധാരാളം പാർട്ടിക്കിൾസ്, ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ഉള്ള പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ചാർജസ് ഉള്ള പാർട്ടിക്കിൾസ്, ഡിഫറെൻറ്റ് മാസ് ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഒരു ബീമായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റിന്റെ സ്പേസിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന റേഷ്യോ വെലോസിറ്റി ആയിട്ട് വരുന്ന പാർട്ടിക്കിൾസ് മാത്രം യാതൊരു ഫോഴ്സും ആക്ട് ചെയ്യാതെ നേരെ കടന്നു പോകും. സോ we get a beam of particles having a particular velocity. V is equal to E by B, and so the arrangement is called the velocity selector. Okay. ഇനി നമുക്ക് സൈക്ലോട്രോൺ എന്താണെന്ന് നോക്കാം. Cyclotron is a device used for accelerating charged particles to high energies. വളരെ ഹൈ എനർജിയിലേക്ക് ചാർജ് പാർട്ടിക്കിളിനെ ആക്സലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹൈ എനർജി പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയസ് പിളർക്കാൻ പറ്റും. അതുപോലെ മാറ്ററിൻ്റെ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാൻ പറ്റും. ന്യൂക്ലിയസിനെ ചേഞ്ച് ചെയ്തിട്ട് വേറെ ന്യൂക്ലിയസ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. പുതിയ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരൊരു ഡിവൈസ് ഹൈ എനർജി പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ ഹൈ എനർജിയിലേക്ക് ആക്സലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആക്സലേറ്റർ ആണ് ഇത് സൈക്ലോട്രോൺ. ആ സൈക്ലോട്രോണിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഡീസ് ആണ്, D1 and D2. They are സെമി സർക്കുലർ മെറ്റാലിക് ബോക്സസ്. അതിന്റെ ഷേപ്പ് കാണുന്നത് ഇതിൽ നോക്കിയാൽ മതി. ഇതുപോലെ ഇരിക്കുന്ന സെമി സർക്കുലർ ആയിട്ടുള്ള മെറ്റാലിക് ബോക്സുകളാണ്. അത് ഡിയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഡീസ് എന്ന് വിളിക്കപ്പെടുന്നത്. സോ these are the main parts of a cyclotron. These are connected to an oscillator. AC voltage provide ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ഡീസ് എന്ന് പറയുന്നത്. A magnetic field is applied perpendicular to the plane of the disc. അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അപ്ലൈ ഉണ്ട്. These dots indicate magnetic field coming out of the plane of the bolt. പുറത്തേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് നമുക്കറിയാം, ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് പാർട്ടിക്കിൾ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കാൻ? അത് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസിന് മാറ്റമില്ല, വെലോസിറ്റിക്ക് മാറ്റമില്ല, ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഡീസ് പരസ്പരം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ. എന്നിട്ട് അതിന് AC വോൾട്ടേജ് കൊടുത്തിരിക്കുന്നു. ഈ AC വോൾട്ടേജ് കാരണം ഈ ഗ്യാപ്പിൽ പാർട്ടിക്കിൾ വരികയാണെങ്കിൽ ആക്സിലേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ പ്രവർത്തനം നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. എന്താണ്? ഇതിന്റെ സെൻട്രൽ പോർഷനിൽ, ഈ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസിന്റെ സെൻട്രൽ പോർഷനിൽ P എന്ന് പറയുന്ന ഭാഗത്ത് ചാർജിന്റെ സോഴ്സ് വെച്ചിരിക്കുകയാണ്. Q എന്ന ചാർജുള്ള പാർട്ടിക്കിളിനെ അതിൽ ഇൻജെക്ട് ചെയ്യുന്ന വിചാരിക്കുക. ഈ പാർട്ടിക്കിൾ ഇൻജെക്ട് ചെയ്യുന്ന ആ ഇൻസ്റ്റന്റില് ഏത്
ഡി ആണോ നെഗറ്റീവ് ആയിരിക്കുന്ന അങ്ങോട്ട് ആക്സിലേറ്റ് ചെയ്യപ്പെടും. ഇപ്പം ഇവിടെ നോക്കി അറിയാൻ പറ്റും D2 ഈസ് നെഗറ്റീവ് അറ്റ് ദ ടൈം വെൻ ദ പാർട്ടിക്കിൾ ഈസ് ഇജക്റ്റഡ്. അതുകൊണ്ട് അങ്ങോട്ട് ആക്സിലേറ്റ് ചെയ്യപ്പെടും. ആക്സിലേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ടുവേർഡ്സ് us. സോ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ക്യാൻ ബി ഫൗണ്ട് ബൈ അപ്ലൈയിങ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് പോകുന്ന ചാർജ് പാർട്ടിക്കിൾ ഫോഴ്സ് താഴത്തേക്ക് ആക്ട് ചെയ്യും. ഈ രീതി കർവ് ചെയ്യപ്പെടും. ഇങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും സെൻട്രലിലേക്ക്. അപ്പോൾ കുറച്ച് ഹൈ വെലോസിറ്റിയിൽ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സെമി സർക്കുലർ പാത്തിൽ അത് മൂവ് ചെയ്യും. ഇങ്ങനെ ആ പാത്തിന്റെ റേഡിയസ് നമുക്ക് ഏത് ഇൻസ്റ്റന്റിലും പറയാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്ത് സെമി സർക്കിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഈ ഒരു ഡിയില്. Then when it comes in the gap, the D1 becomes negative and it is again accelerated. ആ രീതിയിലാണ് ഈ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആക്സിലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ കുറച്ചുകൂടി ഹൈ വെലോസിറ്റിയിൽ, ഇപ്പോൾ ഇവിടെ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ അതിനായിട്ട് D ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് Q×V ആണ്, നമുക്കറിയാം. അപ്പോൾ Q×V എന്ന് ചെയ്യപ്പെടുന്ന വർക്ക് കൊണ്ട് ഇതിന് കൈനറ്റിക് എനർജി വർധനമുണ്ടാകും. അപ്പോൾ ഹൈ വെലോസിറ്റിയിൽ ഇതിനകത്ത് കുറച്ചുകൂടി ഹൈ വെലോസിറ്റിയിൽ ഫസ്റ്റ് ഡിയിലേക്ക് D1ലേക്ക് എൻട്രി ചെയ്യും. D1 പ്രവേശിക്കുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കാവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഉണ്ട്, ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. പക്ഷേ അകത്തേക്ക് ഹൈ വെലോസിറ്റി പ്രവേശിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട്. അത് വീണ്ടും കുറച്ചുകൂടി കൂടിയ റേഡിയസ് ഉള്ള സർക്കിൾ ഡിസ്ക്രൈബ് ചെയ്യും. അതിന്റെ കാരണം നമുക്കറിയാം. The radius of the circular path is given by mv divided by qb. R is equal to mv divided by qb is the radius of the circular path. So it again comes to this spacer, and at the instant when it reaches here, the d2 again becomes a negative and it again gets accelerated. അപ്പോൾ each time when the particle reaches in the gap, ഓരോ തവണയും ഈ ഗ്യാപ്പിൽ പാർട്ടിക്കിൾ വരുമ്പോൾ അപ്പോഴൊക്കെ ഈ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഈ ഡീസ് QV എന്ന് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അതിന്റെ കൈനറ്റിക് എനർജി വർദ്ധിക്കും. അപ്പോൾ ഇൻക്രീസ്ഡ് വെലോസിറ്റിയോട് കൂടിയാണ് ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് ആർ ഡിപ്പെൻഡ്സ് upon the velocity of the particle. അങ്ങനെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു, ആക്സിലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് സർക്കുലർ പാത്തിന് പകരം അത് മൂവ് ചെയ്യുന്നത് സർക്കുലർ പാത്സ് ഓഫ് ഇൻക്രീസിംഗ് റേഡിയസ്, ഒരു സ്പൈറൽ പാത്താണ്. ആ സ്പൈറൽ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അത് ഇതിന്റെ ബൗണ്ടറി വരുമ്പോൾ ബൈ ദ ആക്ഷൻ ഓഫ് എ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഇറ്റ് വിൽ മൂവ് along a straight line by this action and it moves out through the exit port. ആ എക്സിറ്റ് പോർട്ട് എന്ന് പറയുന്ന ഒരു എക്സിറ്റിലൂടെ ആ പാർട്ടികൾ പുറത്തേക്ക് വരും. ചാർജ് പാർട്ടികൾ ഇങ്ങനെ വെളിയിലേക്ക് ഹൈ എനർജിയിൽ വരും. അങ്ങനെ വരുന്ന പാർട്ടിക്കിളിന്റെ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് കാണേണ്ടതുണ്ട്. നമുക്ക് ആ ബൗണ്ടറി വരുമ്പോൾ വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്? ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് വിൽ ബി approximately equal to the radius of the disc, capital R. So we can write in that case when it reaches at the boundary we can write R is equal to mv divided by qb. അപ്പോഴുള്ള വെലോസിറ്റി ആണ് V എന്ന് പറയുന്നത്. So the velocity we can be found as V equals QBR by M. This is the velocity with which it comes out of the disc. ഇനി ഇങ്ങനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്ത് സ്പൈറൽ പാത്തിൽ മൂവ് ചെയ്ത് വെളിയിലേക്ക് വരണമെങ്കിൽ കൃത്യമായും ഈ ഗ്യാപ്പിൽ വരുന്ന ഇൻസ്റ്റന്റിൽ അതിനെതിരായി നിൽക്കുന്ന പ്ലേറ്റ് അതിന്റെ പൊളാരിറ്റി നെഗറ്റീവ് ആയതുകൊണ്ട്, അപ്പോൾ പൊളാരിറ്റി ഇതിന്റെ ഹാഫ് സൈക്കിൾ കഴിയുമ്പോൾ ഇതിന്റെ ഡീസിന്റെ പൊളാരിറ്റി മാറണം. അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ റവല്യൂഷന്റെ പീരീഡ് ഓഫ് റവല്യൂഷന്റെ പകുതിയാകുമ്പോൾ, പാർട്ടിക്കിളിന്റെ പീരീഡ് ഓഫ് റവല്യൂഷന്റെ പകുതി സമയമാകുമ്പോൾ ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമുക്കറിയാം പീരീഡ് ഓഫ് റവല്യൂഷൻ T എന്ന് പറയുന്നത് 1/μc ആണ്. where μc is the cyclotron frequency and this is equal to 2πm divided by qb. 2πm divided by qb ഇതാണ് പീരീഡ് ഓഫ് റവല്യൂഷൻ പറയുന്നത്. ഈ പീരീഡ് ഓഫ് റവല്യൂഷന്റെ പകുതി അഥവാ T/2 ആകുമ്പോഴാണ് ഇത് ഈ ഗ്യാപ്പിൽ വരുമ്പോൾ ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യേണ്ടത്. പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് അപ്ലൈഡ് വോൾട്ടേജിന്റെ ഫ്രീക്വൻസി, അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്
ന്യൂ എ എന്നെടുക്കാം. അപ്പോൾ cyclotron frequency of the revolving particle nu c should be equal to nu a. This condition is known as a resonance. ഇതൊരു റെസണൻസ് കണ്ടീഷനാണ്. കാരണം ഈ റെസണൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ആക്സിലേറ്റ് ചെയ്ത് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡി വേണമെങ്കിൽ അതിൻ്റെ അതേ ചാർജുള്ളതാകാം. പോസിറ്റീവ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് നെഗറ്റീവായി അതിനെ ആക്സിലേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ വീണ്ടും നെഗറ്റീവ് ആകുന്നു. അതിന് പകരം പോസിറ്റീവ് ആകുകയാണെങ്കിൽ അത് ആക്സിലേഷൻ കുറയും. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യമായിട്ട് ഉള്ള കണ്ടീഷൻ എന്താണ്? ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷനായ സൈക്ലോട്രോൺ ഫ്രീക്വൻസി ന്യൂ സി എന്ന് പറയുന്നത് അപ്ലൈഡ് എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിക്ക്, അതായത് ന്യൂ എക്ക് തുല്യമായിട്ട് വരണം. ഈ ഒരു കണ്ടീഷനാണ് റെസണൻസ് കണ്ടീഷൻ ഓഫ് ദ സൈക്ലോട്രോൺ. When this is satisfied, the particle will be accelerated, continuously accelerated, and finally it comes with a very high velocity and very high kinetic energy. എന്തായിരിക്കും kinetic energy എന്ന് പറയുന്നത്? ഇത് പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ kinetic energy നമുക്ക് കണ്ടുപിടിക്കാം. Kinetic energy of the particle coming out of the cyclotron is given by Ke equals half into mv square. This is equal to half m into what is v? V means QBR by m. Therefore m into q square b square r square divided by m square. So we get this as q square b square r square divided by 2m. This is the kinetic energy with which the particle comes out of the cyclotron. അപ്പോൾ ഇതാണ് അതിൻ്റെ kinetic energy എന്ന് പറയുന്നത്. വളരെ ഹൈ kinetic energy ഇത് പുറത്തേക്ക് വരുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളതാണ്. The whole arrangement is kept in vacuum in order to avoid energy loss due to collision with the air molecules. ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള എയർ മോളിക്യൂൾസുമായിട്ട് കൊളൈഡ് ചെയ്ത് എനർജി ലോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എയർ കംപ്ലീറ്റ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുന്നു. സോ ദ ഹോൾ അറേഞ്ച്മെന്റ് ഇസ് കെപ്റ്റ് ഇൻ വാക്വം in order to avoid energy loss due to collision with the air molecules. Okay.